മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതി അശമന്നൂർ സവാദ് പിടിയിലായി. കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് NIA സംഘം ഇയാളെ പിടിച്ചത്. 13 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലായത്. വിവരങ്ങളുമായി ഷംന അശോക് കൊച്ചിയിൽ നിന്ന്. ഷംന, എന്താണ് ഇതിന്റെ വിശദാംശം? ഈ NIA എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നു? ഷംന, കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈ അറസ്റ്റിന്റെ വിശദാംശങ്ങൾ? NIA എന്തൊക്കെ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്? ഇഷാദ്, ഇന്നലെ വൈകിട്ടോടുകൂടി അശമന്നൂർ സവാദിനെ പിടികൂടിയെന്നുള്ള കാര്യം മാത്രമാണ് NIA വ്യക്തമാക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് കൂടി ആയതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തായിരിക്കും ഇതിലൊരു വ്യക്തത NIA വരുത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 12 മണിക്ക് ശേഷം സവാദിനെ കോടതിയിലേക്ക് എത്തിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിലവിൽ സവാദിനെ കൊച്ചിയിൽ എത്തിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കേസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ NIA ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതായാലും ഈ പ്രതിയെ പിടികൂടിയതായി NIA സ്ഥിരീകരിക്കുന്നുണ്ട്. കണ്ണൂരിൽ വെച്ച് ഇന്നലെയാണ് പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് NIA ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. മറ്റു കാര്യങ്ങൾ ഈ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും NIA പറയുക. വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ട് തന്നെ സവാദിനെ കൂടുതൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും സവാദ് താമസിച്ചിരുന്നു എന്നുള്ള വിവരമാണ് NIAക്ക് ഈ അന്വേഷണം ഏറ്റെടുത്ത സമയത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ സവാദിനെ സഹായിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സവാദിനെ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് NIA നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിലപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കോടതിയിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും NIA പറയുക. ഏതായാലും NIA സംബന്ധിച്ച് വളരെ നേട്ടമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കേസ് കൂടിയാണ്. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് വരെ കാരണമായി ഉയർത്തി കാണിച്ചിട്ടുള്ള, ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കേസായി തന്നെ ജോസഫ് മാഷിയുടെ കൈവെട്ടിയ കേസും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഒന്നാം പ്രതിയെ പിടികൂടുക എന്നുള്ളത് ഒരേ സമയം NIAക്ക് വെല്ലുവിളി ഉണ്ടായിരുന്ന ഒരു കാര്യവും അതോടൊപ്പം തന്നെ ഈ കേസിൽ അഭിമാനിക്കാവുന്ന ഒരു നേട്ടവുമായി NIA ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. 13 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവം നടന്ന് 13 വർഷങ്ങൾക്ക് ശേഷമാണ് സവാദിനെ NIA പിടികൂടിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കുറ്റപത്രത്തിൽ ഒന്നാം പ്രതിയാക്കി ഈ സവാദിനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് NIA പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ജോസഫ് മാഷിനെ കാറിൽ നിന്ന് വലിച്ചിറക്കുകയും അദ്ദേഹത്തിന്റെ കൈ വെട്ടിക്കളയുകയും ചെയ്തിട്ടുള്ളത് ഈ സവാദാണ്. അത് അദ്ദേഹം ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടെ NIA ആരോപിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ മതനിന്ദ നടത്തിയ അത്തരം ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കിയ നിന്റെ കൈ ഇനി ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് സവാദ് ഇത്തരത്തിൽ മാഷിന്റെ കൈ വെട്ടി മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് NIA കുറ്റപത്രത്തിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഈ സവാദിനോടൊപ്പം ഉണ്ടായിരുന്ന കേസിലെ മറ്റു പ്രതികളുടെ മൊഴി കൂടി NIA രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഘട്ടങ്ങളിലായാണ് ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷാവിധി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ 13 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. അത് 2015-ലാണ് അതിന്റെ വിചാരണ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് കഴിഞ്ഞ വർഷമാണ് ഈ കേസിൽ 6 പ്രതികൾക്ക് കൂടി NIA കോടതി വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കുന്നത്. പല സമയങ്ങളിൽ നിന്നായി പല സ്ഥലങ്ങളിൽ നിന്ന് കീഴടങ്ങിയ പ്രതികളെ കൂടി ഈ കേസിൽ NIA ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് NIAക്ക് കണ്ടെത്താൻ കഴിയാതിരുന്നിട്ടും കീഴടങ്ങിയ പല പ്രതികളും ഈ കേസിൽ ഉണ്ട്. ഈ സവാദ് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകൻ തന്നെയാണ് എന്ന് NIA സ്ഥിരീകരിക്കുന്നുണ്ട്. അത് സവാദിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം അശമന്നൂർ സ്വദേശിയാണ്. അതുകൊണ്ട് ഈ കേസിൽ 6 തവണ, അതായത് 5 തവണ മാഷിന് നേരെ ആദ്യഘട്ടത്തിൽ വധശ്രമം ഉണ്ടാവുകയും 6ാമത്തെ തവണ അദ്ദേഹത്തിന്റെ കൈ വെട്ടി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും NIA കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കേസിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ രാജ്യതലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട കേസിൽ കൂടിയാണ് പ്രധാന പ്രതി പിടിയിലാകുന്നത്. ആദ്യഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് സവാദ് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് NIA കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അത് മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൂടി വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് NIA അത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നേപ്പാളിൽ ഇയാൾ താമസിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടി. അവിടെ പരിശോധന നടത്തി. അഫ്ഗാനിസ്ഥാനിൽ പല ഏജൻസികൾ മുഖാന്തരം പരിശോധന നടത്തി. പക്ഷേ അപ്പോഴൊന്നും സവാദിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കണ്ണൂരിൽ വെച്ച് സവാദിനെ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ NIA കോടതിയിൽ തന്നെ പറയും എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യത്തിൽ വ്യക്തത വരിക. ഏതായാലും ഉച്ചയോടുകൂടി സവാദിനെ കലൂരിലെ NIA കോടതിയിലേക്ക് എത്തിക്കും. അവിടെയാണ് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അവിടെയായിരിക്കും കൂടുതൽ വിവരങ്ങൾ NIA പങ്കുവെക്കുക. നിഷാദ്. ശരി.